നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സലിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. റോ എന്താണ്, കോളം എന്താണ്, സെൽ എന്താണ്, ഷീറ്റ് എന്താണ്, അതെങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനിയും കുറച്ചും കൂടി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് കവർ ചെയ്യാനുണ്ട്. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പലതരത്തിലുള്ള നമ്പർ ഫോർമാറ്റുകളാണ്. പലപ്പോഴും നമുക്ക് പലതരത്തിലുള്ള നമ്പർ ഫോർമാറ്റുകൾ എക്സലിൽ ഉപയോഗിക്കേണ്ടി വരും. പ്രത്യേകിച്ച് നമ്മളൊരു അക്കൗണ്ടിങ് പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ, ഒരു അക്കൗണ്ടൻറ്റിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രത്യേകിച്ച് ആ നമ്പർ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഫോർമാറ്റിംഗ് നമുക്ക് ആവശ്യം വരും. അതിലേക്കാണ് നമ്മളിന്ന് കിടക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു സെല്ലിൽ ഞാൻ ജസ്റ്റ് ഒരു നമ്പർ ഞാൻ അടിക്കുന്നു. ഒരു 1,50,000 എന്ന് പറയുന്ന ഒരു നമ്പർ അടിക്കുന്നു. ഈ നമ്പർ അടിച്ചിട്ട് ആ സെല്ല് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹിയർ യു ക്യാൻ സീ എ നമ്പർ സെക്ഷൻ. ഒരു നമ്പർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ തന്നെ ഇവിടെ കാണാം, ഒരു ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ജനറൽ എന്ന് പറയുന്ന സ്ഥലത്ത് കുറേ ഓപ്ഷൻസ് കാണും. അതിനേക്കാളും എളുപ്പത്തിൽ ഇതിൽ കാണുന്ന കുറേ ഓപ്ഷൻസ് തന്നെ നമുക്കിവിടെ താഴെ ചെറിയ ചെറിയ ഐക്കണുകളായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും എളുപ്പം ഒരു പക്ഷേ ഇതിൽ നിന്ന് എടുക്കുന്നതായിരിക്കാം. ഇതിലുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്, പക്ഷെ അത് നമ്മൾ വഴിയെ നമ്മൾ അടുത്ത സെഷനുകളിൽ നമ്മൾ നോക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഒരു നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു അക്കൗണ്ടിങ് ഫോർമാറ്റിലേക്ക്, കറൻസി ഫോർമാറ്റിലേക്ക് ആക്കാനായിട്ട് എന്താ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ജസ്റ്റ് ഈ ഒരു ബട്ടണിൽ നമ്മൾ ഈ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് INR സിമ്പിളും ഉണ്ടാവും. ഇനി അതല്ല US$ വേണമെങ്കിൽ അതുണ്ടാവും, UK പൗണ്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. നമുക്ക് ഏതാണോ ആവശ്യം, ഫോർ എക്സാമ്പിൾ നമുക്ക് INR ആണ് ആവശ്യം എന്നുണ്ടെങ്കിൽ ക്ലിക്ക് ഓൺ INR. അപ്പോൾ ഇതിൽ ഈ ഒരൊറ്റ ക്ലിക്കിൽ തന്നെ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇന്ത്യൻ റുപ്പിയുടെ സിമ്പിൾ വരും, പിന്നെ കൃത്യമായിട്ട് പ്ലേസ് വാല്യൂ വെച്ചിട്ടുള്ള ആ കോമാസ് സെപ്പറേഷൻസ് വരും, പിന്നെ ഒരു ഡെസിമൽ പ്ലേസും വരും. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരൊറ്റ കറൻസി ഇതിൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു കൃത്യമായിട്ടൊരു അക്കൗണ്ടിങ് ഫോർമാറ്റിലേക്ക് നമുക്ക് ഈ ഒരു വാല്യൂവിനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഐ ഹാവ് 4 ആസ് എ നമ്പർ ഹിയർ. ഈ ഒരു സെല്ലിൽ 4 എന്ന് പറയുന്ന നമ്പർ ഉണ്ട്. ഞാൻ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ പെർസെൻറ്റ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ 4നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും അതോടൊപ്പം പെർസെൻറ്റേജ് സിമ്പിളും വരികയും ചെയ്യും. ബട്ട് അറ്റ് ദി സെയിം ടൈം നിങ്ങൾക്ക് 40% എന്നാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ 0.4 എന്നിട്ടിട്ട് അത് സെലക്ട് ചെയ്ത് പെർസെൻറ്റേജ് കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 40%. അപ്പോൾ എന്താണ് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്റേണലി അത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും കൂടാതെ അതിൻ്റെ കൂടെ ഒരു പെർസെൻറ്റേജ് സിമ്പിൾ വരികയും ചെയ്യും. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു പെർസെൻറ്റേജ് സിമ്പിൾ ഇട്ടു, ഒരു സെല്ലിൽ നമ്മൾ പെർസെൻറ്റേജ് സിമ്പിൾ ഇട്ടു, അത് കഴിഞ്ഞ് ആ വാല്യൂ നമ്മൾ ഡിലീറ്റ് ചെയ്തു. പിന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ അതേ ഫയൽ ഓപ്പൺ ചെയ്ത് അതേ സെല്ലിൽ ഞാൻ എന്തെങ്കിലും ഒരു വാല്യൂ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൽ പെർസെൻറ്റേജ് വന്നതായിട്ട് കാണാം. ഇത് പലപ്പോഴും പലരും സ്റ്റക്ക് ആവുന്ന ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള പെർസെൻറ്റേജ് അല്ല, പണ്ട് എപ്പോഴും ഇട്ട പെർസെൻറ്റേജ് ആണ്. അതെനിക്കിപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല, അന്ന് ഞാൻ ഇട്ടതായിരുന്നല്ലോ എന്നുള്ള കാര്യം പോലും ഞാൻ മറന്നുപോയിട്ടുണ്ടാവും. അങ്ങനെ ഒരു അവസ്ഥയിൽ വരികയാണെങ്കിൽ നമ്മൾ തിരിച്ച് ഇതിന് നോർമൽ വെറും 25 എന്ന് പറയുന്ന നമ്പറിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആ സെല്ല് സെലക്ട് ചെയ്തിട്ട് ഈ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്തിട്ട് യു ക്യാൻ ജസ്റ്റ് ക്ലിക്ക് ഓൺ നമ്പർ. അപ്പോൾ അതിനെ നോർമൽ നമ്പർ ആക്കിയിട്ട് നിങ്ങൾക്ക് തരും. പിന്നെ അവിടെ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും അതിന് നമ്പർ വാല്യൂവിൽ തന്നെയാണ് വരിക. ഇനി അടുത്തത് ഈ കാണുന്നത് പ്ലേസ് വാല്യൂവിൻ്റെയാണ്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ, ഫോർ എക്സാമ്പിൾ ഞാൻ 20 lakhs എന്ന് പറയുന്ന ഒരു നമ്പർ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ 20 lakhsൻ്റെ കൃത്യമായിട്ട് പ്ലേസ് വാല്യൂ സെപ്പറേറ്റ് ചെയ്തിട്ട് ആ കോമാസ് വരും. നമ്മൾ 20 lakhs എന്നുള്ളത് വായിക്കാൻ പാകത്തിനുള്ള രീതിയിലുള്ള കോമാസ് സെപ്പറേഷൻസ് വരും. ഇനി അടുത്ത ഈ 2 ബട്ടൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഈസ് കോൾഡ് ഇൻക്രീസ് ഡെസിമൽ ആൻഡ് ഡിക്രീസ് ഡെസിമൽ. അതിൻ്റെ ആവശ്യകത എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും നമുക്ക് ചില വാല്യൂസ് റൗണ്ട് ഓഫ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ 45.23478 എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മൾ എങ്ങനെയോ ഒരു കാൽക്കുലേഷൻ ചെയ്തിട്ട് നമുക്ക് കിട്ടിയൊരു വാല്യൂ ഇതാണ്. ബട്ട് നൗ ഐ വാണ്ടഡ് ടു റൗണ്ട് ദിസ് ഓഫ്. നമ്മൾ ഇതിനെ റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പോൾ ഒരു പോയിന്റ് ഇതിൽ നിന്ന് 23478 എന്നുള്ളതിൽ നിന്ന് ഒരു പോയിന്റ്, ലാസ്റ്റിലെ ഒരു പോയിന്റ് മാത്രം റൗണ്ട് ഓഫ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഈ ഡിക്രീസ് ഡെസിമൽ എന്ന് പറയുന്ന ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു നമ്പർ റൗണ്ടഡ് ഓഫ് ആയി.
അപ്പോൾ അപ്പുറത്തെ നമ്പർ 5ന് മുകളിലായതുകൊണ്ട് ഇത് 7 എന്നുള്ളത് 8 ആയി മാറി. വീണ്ടും ഞാൻ ഒരു പോയിന്റ് കൂടെ റൗണ്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് അതും അപ്പുറത്തെ ഉള്ളത് 5ന് മുകളിലായതുകൊണ്ട് 4 എന്നുള്ളത് 5 ആയി. ഇങ്ങനെ നമ്മൾ ഓരോരോ പോയിന്റുകളായിട്ട് നമുക്കിങ്ങനെ റൗണ്ട് ഓഫ് ചെയ്ത് ഫൈനലി ഡെസിമൽ പ്ലേസസ് മുഴുവനും ഇല്ലാണ്ടാക്കാം. പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തിരിച്ച് ഈ വാല്യൂവിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഈ വാല്യൂ സെലക്ട് ചെയ്തിട്ട് ലുക്ക് അറ്റ് ദിസ് ബാർ, ഈ ബാറിൽ നോക്കുന്ന സമയത്ത് യു വിൽ ഫൈൻഡ് ദാറ്റ് ഇതിൽ ശരിക്കുള്ള വാല്യൂ 45.23478 എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ ഡിസ്പ്ലേ സെല്ലിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് റൗണ്ടഡ് ഓഫ് ആയിട്ടുള്ള ഫിഗർ മാത്രമാണ്. അപ്പോൾ തിരിച്ച് എനിക്ക് ഡെസിമൽ പ്ലേസസ് തിരിച്ച് എനിക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ഇൻക്രീസ് ഡെസിമൽ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓരോ പ്രാവശ്യം നമ്മൾ ഇൻക്രീസ് ഡെസിമൽ ക്ലിക്ക് ചെയ്യുന്തോറും നമുക്ക് ആ വാല്യൂസ് നമുക്ക് തിരിച്ച് വന്നുകൊണ്ടിരിക്കും. നൗ വി ഹാവ് ഗോട്ട് ദി ഫൈനൽ വാല്യൂ. അപ്പോൾ ഇതാണ് ഇൻക്രീസ് ഡെസിമൽ ആൻഡ് ഡിക്രീസ് ഡെസിമൽ. ഇത്രയാണ് നമുക്ക് നമ്പർ ഫോർമാറ്റിംഗിൽ നമുക്ക് പഠിക്കാനുള്ളത്. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. താങ്ക്